എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. നമ്മുടെ നാട്ടിൽ പനി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാർത്തകൾ, ഏത് വാർത്ത കേട്ടാലും പനി മരണങ്ങൾ കൂടുന്നതിനെ പറ്റിയും പുതിയ 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 പനികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ ഫീവർ, അതിൻ്റെ ഇടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം, അങ്ങനെ പല 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 കാര്യങ്ങളാണ്. അതിൽ തന്നെ ഈ പനികളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മരണങ്ങളും, അതായത് പനി മരണങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ ഡെങ്കി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെങ്കിപ്പനി. എന്താണ് ഡെങ്കിപ്പനി, എങ്ങനെയാണ് ഇത് പകരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സ. സോ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ് ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ പനിയാണ്. ഇത് പടർത്തുന്നത് ഈഡിസ് മൊസ്കിറ്റോസ് ആണ്. അതായത് പലതരം കൊതുകുകളുണ്ട്. ഈഡിസ് കൊതുകുകൾ, അതുപോലെ അനോഫിലിസ് കൊതുകുകൾ, ക്യൂലെക്സ് കൊതുകുകൾ. അപ്പോൾ ഓരോ രോഗം പരത്തുന്ന ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇത് പരത്തുന്നത് ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. ഇതിന്റെ ഈ ഏഡിസ് മൊസ്കിറ്റോസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ഇത് നമ്മൾ കരുതുന്ന പോലെ രാത്രിയല്ല. സാധാരണ നമ്മളെ രാത്രിയാണ് കൊതുക് കടിക്കുക, അല്ലെ? പക്ഷെ ഈ ഈഡിസ് മൊസ്കിറ്റോസ് രാത്രിയല്ല നമ്മളെ കടിക്കുക, രാവിലെയാണ്. കാരണം ഇത് പടർന്നു നടക്കുന്നത് രാവിലെ സമയത്താണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ ടൈഗർ മൊസ്കിറ്റോ എന്നൊക്കെ പറയും. അതായത് വെള്ളിയും കറുപ്പും ഇങ്ങനെ വരകൾ ഉണ്ടായിരിക്കും ഇതിന്റെ മേലെ, വെള്ളിയും കറുപ്പുമായിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ്. അപ്പൊ നമ്മൾ ഈ സീബ്രേനൊക്കെ പോലെ. സോ അതിന് ടൈഗർ മൊസ്കിറ്റോസിനും ഇതിന് പേരുണ്ട്. അത് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് പെറ്റുപെരുകുന്നത് ശുദ്ധജലത്തിലാണ്. അഴുക്ക് ജലത്തിലൊന്നുമല്ല, ശുദ്ധജലത്തില്, കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തില്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറേ ദൂരമൊന്നും പറക്കാൻ സാധിക്കില്ല. ഇത് ഒരു 50-100 മീറ്റർ വരെ മാത്രം പറക്കുന്ന, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പറക്കുന്ന ഒരു ജീവിയാണ്, ഒരു കൊതുകാണ്. അപ്പൊ ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനും പരിസരത്തുള്ള കൊതുകുകൾ മാത്രമേ നമ്മളെ കടിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെ? അപ്പൊ ഈ 50-100 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തോ തന്നെയായിരിക്കും നമ്മളെ കടിക്കുന്ന കൊതുകിന്റെ, അതെവിടെയാണോ പെറ്റുപെരുകുന്നത് അതിന്റെ സോഴ്സ്. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധവും അത് തന്നെയാണ്. നമ്മുടെ വീടിനുള്ളിലും നമ്മുടെ വീടിന്റെ പരിസരത്തും ശുദ്ധജലം കെട്ടി നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർമ്മാർജ്ജനം ചെയ്യണം. കാര്യം ഇപ്പോൾ മഴക്കാലമാണ്, ശുദ്ധജലമാണ് മഴയെന്ന് വരുന്നത്. ആ ശുദ്ധജലം പല സ്ഥലത്തും കെട്ടിക്കിടക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലൊന്നും നടന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ വലിച്ചെറിഞ്ഞ ചിരട്ട, നമ്മൾ വലിച്ചെറിയുന്ന പല കുപ്പികള്, അല്ലെ? പൊട്ടിയ കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ കിടക്കുന്നുണ്ടാവും. ടയറുകള്, നമ്മൾ വലിച്ചെറിയുന്ന ടയറുകള്, ഒന്നും വേണ്ട, നമ്മുടെ റബ്ബർ മരത്തിലെ പാല് ശേഖരിക്കുന്ന ചിരട്ട ധാരാളമാണ്. അപ്പൊ ഇതിലൊക്കെ ഈ പറയുന്ന ശുദ്ധജലം കെട്ടി നിൽക്കാം. ഇനി നമ്മുടെ വീടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലോ, വീടിന്റെ സൺഷെയ്ഡിൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാം, അല്ലെ? അതുപോലെ വീടിന്റെ ഉള്ളില് ഫ്രിഡ്ജിന്റെ പിന്നിൽ ഒരു ട്രേ ഉണ്ട്, ഒരു വെള്ളം വരുന്ന ട്രേ. നമ്മൾ എത്ര പേര് ആ വെള്ളം ക്ലീൻ ചെയ്യാറുണ്ട്? നമ്മൾ പലപ്പോഴും മറക്കും. ഇതിലൊക്കെയാണ് ഈ പറയുന്ന കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. വെറും 5 മില്ലി, അതായത് ഒരു സിറപ്പ് ബോട്ടിലിന്റെ മൂടിയില്ലേ, അത് 5 മില്ലിയാണ്. ആ 5 മില്ലി വെള്ളത്തില് എത്രയോ 100 കണക്കിന് കൊതുകുകളാണ് അത്രേ പെറ്റുപെരുക. അത്ര കുറച്ച് വെള്ളം മതി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചിരട്ടയിലെ വെള്ളത്തിലൊക്കെ എത്ര കൊതുകിന് പെറ്റുപെരുകാൻ സാധിക്കും. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഉള്ളിലും നമ്മുടെ വീടിന് പുറത്തും ഇത്തരത്തിൽ ശുദ്ധജലം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക. അതിനെയാണ് സോഴ്സ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉറവിടം, ഇത് എവിടെയാണോ പെറ്റുപെരുകുന്നത് ആ ഉറവിടം നശിപ്പിക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അവര് മണ്ണെണ്ണയൊക്കെ അടിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്, അതൊക്കെ കൊതുക് നിർമ്മാർജ്ജന മാർഗങ്ങൾ വേറെയുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീടിന് ചുറ്റും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഫ്രിഡ്ജിന്റെ പിന്നിൽ ആ ട്രേ ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഒന്ന് കളയുക, ഇടയ്ക്കിടയ്ക്ക് കളയുക. ഇന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് അതൊരിക്കലും അതൊരു സോഴ്സായി മാറാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇതിന്റെ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇത് പകരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ഡെങ്കിപ്പനിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പനി, അതായത് വിറയലോട് കൂടിയ പനി സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിനൊരു പേരുണ്ട്, ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ല് പൊട്ടുന്ന പോലെയുള്ള വേദന, മേലുവേദന, പേശിവേദന, സന്ധിവേദന, ഭയങ്കര സന്ധിവേദനയും മേലുവേദനയായിരിക്കും ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് കൂടി വിളിക്കുന്നത്. കാരണം അത്ര നമുക്ക് എല്ല് പൊട്ടുന്ന പോലെയുള്ള വേദന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല തലവേദന, അതിൽ തന്നെ സ്പെഷ്യലായിട്ട് കണ്ണിന്റെ പുറകുഭാഗത്ത് റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. കണ്ണിന്റെ പുറകുഭാഗത്തായിട്ട് നല്ല വേദന സ്പെസിഫിക് ആയിട്ട് ഈ ഡെങ്കിപ്പനിയുള്ള ആളുകൾ പറയാറുണ്ട്. സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇതിന്റെ ലക്ഷണങ്ങൾ. ഛർദി ഉണ്ടാവാം, ചില സമയത്ത് വയറിളക്കം ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഡെങ്കിപ്പനിയുള്ള ആളുകളിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. എന്താണ് പ്ലേറ്റ്ലെറ്റ്? നമ്മുടെ രക്തം കട്ട പിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന
സംഭവമാണ് പ്ലേറ്റ്ലെറ്റ്. ഈ പ്ലേറ്റ്ലെറ്റ് സ്വാഭാവികമായിട്ടും ഡെങ്കിപ്പനിയുള്ള ആളുകളിൽ കുറയുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവും, അല്ലെ, രക്തസ്രാവം ഉണ്ടാവും. ചില സന്ദർഭങ്ങളിൽ അത് വളരെയധികം സീരിയസ് ആയിട്ട് ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ബ്ലീഡിംഗ്, സോ ഈ ബ്ലീഡിംഗ് ഒരു അവസ്ഥ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മലത്തിലൂടെ ബ്ലഡ് പോവും, ബ്ലഡ് ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള അവസ്ഥ വരും, വായിലൂടെ മൂക്കിലൂടെയൊക്കെ ബ്ലഡ് വരും. ചിലപ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് ബ്ലീഡിംഗ് വന്നിട്ട് നീല കളറിലൊക്കെ തൊലിപ്പുറത്ത് ബ്ലീഡിംഗ് വരാൻ തുടങ്ങും. വളരെ സീരിയസ് ആയ സിറ്റുവേഷൻസിൽ പ്ലേറ്റ്ലെറ്റ് ഒക്കെ ഒരു 10,000 താഴെ പോയി കഴിഞ്ഞാൽ ഇൻട്രാക്രേനിയൽ ബ്ലീഡ്, തലച്ചോറിനുള്ളിൽ ബ്ലീഡിംഗ് വരാൻ തുടങ്ങും, ഇന്റേണൽ ഓർഗൻസിൽ ബ്ലീഡിംഗ് വരാൻ തുടങ്ങും, ആന്തരിക രക്തസ്രാവം ഉണ്ടാവാൻ തുടങ്ങും. അതാണ് ഇതിന്റെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് രോഗം മൂർച്ഛിക്കുന്നു അല്ലെങ്കിൽ വഷളാവുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു ഡെങ്കു പനിയിൽ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്നാണ്, DHF. ഈ ഡെങ്കു ഹെമറേജിക് ഫീവർ നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ടതായിട്ട് വരും, ചില സന്ദർഭങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ വേണ്ടത്ര സപ്പോർട്ടീവ് മെഷേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ രക്തസ്രാവത്തിന്റെ ഫലമായിട്ട് ഹൈപ്പോടെൻഷൻ, അതായത് BP താണു പോകുന്ന ഒരു അവസ്ഥയും പേഷ്യന്റ് കൊളാപ്സ് ആവുകയും ചെയ്യും. അതിനെയാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മേലുവേദന, പേശിവേദന, സന്ധിവേദന, പനി, തലവേദന, കണ്ണുവേദന, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ്. അതിൽ നിന്ന് ബ്ലീഡിങ്ങിലേക്ക് പോകുന്ന സമയത്താണ്, അതായത് എങ്ങനെയാണ് ഒരു രോഗം വഷളായിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ്, പ്ലേറ്റ്ലെറ്റ് വളരെയധികം കുറഞ്ഞ് രക്തസ്രാവം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയും. അതിൽ നിന്ന് വീണ്ടും വഷളായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം, DSS എന്ന് പറയുന്നത്. അവിടെ പേഷ്യന്റിന്റെ BPയും ഹാർട്ട് ബീറ്റും ഒക്കെ ഡൗൺ ആവുകയും അങ്ങനെയാണ് ഒരു രോഗി മരണപ്പെടുന്നത്, കേട്ടോ. സോ ഇതാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള അതിന്റെ ലക്ഷണങ്ങളും എങ്ങനെയാണ് അത് ഡിറ്റോറിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകളാണ്. ബ്ലഡിൽ വളരെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന NS1 ആന്റിജൻ, IgM, IgG ആന്റിബോഡി, ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഡെങ്കിപ്പനി. അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ചികിത്സാ രീതികൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിക്ക് മാത്രമായിട്ടൊരു മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നില്ല. പക്ഷേ നമ്മുടെ BPയും ബ്ലീഡിംഗ് ഒക്കെ നിർത്താൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് കെയർ ആണ് ഡെങ്കിപ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ 10,000-20,000 താഴെ പോയി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് നമ്മൾ കയറ്റും. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, BP ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ടതായിട്ട് വരും. ബാക്കി സപ്പോർട്ടീവ് ആയിട്ടുള്ള മരുന്നുകൾ പലതും കൊടുക്കേണ്ടതായിട്ട് വരും. സോ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഭേദാക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഡെങ്കിപ്പനി. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരു തവണ ഡെങ്കിപ്പനി വന്ന ആൾക്ക് വീണ്ടും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം. 4 ടൈപ്പ് ഡെങ്കി വൈറസുകളുണ്ട്, ടൈപ്പ് 1, 2, 3, 4. നമുക്ക് ഡെങ്കി ടൈപ്പ് 1 ആണ് നമ്മളെ ബാധിച്ചതെന്നുണ്ടെങ്കിൽ അതിന് മാത്രമാണ് നമുക്ക് പിന്നീട് ഇമ്മ്യൂണിറ്റി ഉള്ളൂ, പ്രതിരോധമുള്ളൂ. ഡെങ്കി ടൈപ്പ് 1 ഒരു തവണ ബാധിച്ചാലേ വീണ്ടും ടൈപ്പ് 1 വൈറസ് ബാധിക്കില്ല. പക്ഷേ ഒരു തവണ ടൈപ്പ് 1 ആണ് നിങ്ങളെ ബാധിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടൈപ്പ് 2ഓ 3ഓ 4ഓ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടൈപ്പിന് മാത്രമേ നമുക്ക് പ്രതിരോധം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ 4 ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു തവണ വന്ന ആൾക്ക് വീണ്ടും ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഒരു തവണ ഒരു ടൈപ്പ് വന്ന ആൾക്ക് രണ്ടാമത് വേറൊരു ടൈപ്പ് കൊണ്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ തീവ്രത വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡെങ്കി ഹെമറേജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഡെങ്കിപ്പനി കിട്ടുന്ന ആളുകൾക്കാണ്, കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഡെങ്കിപ്പനിയെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത്. സോ വളരെയധികം സൂക്ഷിക്കുക. നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. കൊതുക് നിർമ്മാർജ്ജനമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വഴി. കംപ്ലീറ്റ് ആയിട്ടുള്ള കവർ ചെയ്ത ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. കൊതുകുവല ഉപയോഗിക്കുക. പക്ഷേ കൊതുകുവല ആക്ച്വലി ഡെങ്കിപ്പനിക്ക് നമുക്ക് വലിയ ഹെൽപ്പ് ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഡേ ടൈമിലാണ് ഇതിന്റെ കടി കിട്ടുക. അപ്പൊ നമ്മൾ രാത്രി കിടക്കുമ്പോഴല്ലേ കൊതുകുവല. അപ്പൊ ഡേ ടൈമിൽ ഇതൊക്കെ ഡെങ്കിപ്പനിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്ത ഡ്രസ്സുകളെങ്കിലും ഇടാം, കൊതുക് കടിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുക, ഒഡോമോസ് പോലെയുള്ള മോസ്കിറ്റോ റിപ്പല്ലന്റുകൾ ഉപയോഗിക്കുക, കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഞ്ജു പറയുന്നുണ്ട് ഡെങ്കിപ്പനി വന്ന് മാറി ബട്ട് ഹെൽത്ത് ഓക്കെ ആവുന്നില്ല. നോക്കൂ അഞ്ജു, കുറച്ചു കാലം നല്ല ഈ ബോഡി പെയിനും സന്ധിവേദനയൊക്കെ കുറച്ച് കാലം നിൽക്കൂട്ടോ. ഡെങ്കിപ്പനി വന്ന് മാറിയാലും പെട്ടെന്ന് അതെല്ലാം മാറില്ല, കുറച്ച് സമയം എടുക്കും നമുക്ക് ഹെൽത്ത് ഒന്ന് നോർമൽ ആവാൻ. ഡെങ്കിപ്പനി സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയുണ്ടോ? ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഏഡിയസ് മോസ്കിറ്റോസിനെ പറ്റി നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് നമ്മുടെ അതിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു, ചികിത്സകളെ പറ്റി പറഞ്ഞു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയെ പറ്റിയിട്ട് ചോദിച്ചോളൂ. എല്ലാവർക്കും ഹായ് കേട്ടോ, എല്ലാവർക്കും ഹായ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? 5 മണിയായി അല്ലേ നാട്ടില്? ഇവിടെ 3:30.
പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ എല്ലാവരും വീടിന്റെ ഉൾഭാഗവും വീടിന്റെ പരിസരമൊക്കെ ഒന്ന് നന്നായിട്ട് നടന്നു നോക്കണം കേട്ടോ. സൺഷെയ്ഡിലെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക്, സൺഷെയ്ഡിന്റെ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഓട്ടയൊക്കെ അടഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. മഴക്കാലാണ്, വഴിക്കൊന്നും വീടല്ലേ. പക്ഷെ ഞാൻ പറയുന്നേ ഉള്ളൂ, എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. അതുപോലെ ഫ്രിഡ്ജിന്റെ പിന്നിലുള്ള ട്രെയിലുള്ള വെള്ളമൊക്കെ വൃത്തിയായിട്ട് ഇടതടവില്ലാതെ അതുപോലെ വൃത്തിയാക്കണം. ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. പിന്നെ അതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് നോക്കുക. എവിടെയെങ്കിലും ഇത്തരത്തിലൊക്കെ ചിരട്ടയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. എവിടെയും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കേട്ടോ. എല്ലാവരും 24 ന്യൂസ് കാണുന്നില്ലേ? 24 ന്യൂസിലെ എല്ലാ ദിവസവും വൈകുന്നേരം 10:30, രാത്രി 10:30 to 11:30 നമ്മുടെ ഗുഡ് നൈറ്റ് ന്യൂസിൽ നമ്മുടെ സ്ഥിരമായ ഹെൽത്ത് ടിപ്പുകൾ വരുന്നുണ്ട്. ഡെയിലി ഒരു 2 മിനിറ്റ് ഞാൻ ഹെൽത്ത് ടിപ്പുമായിട്ട് എല്ലാ ദിവസവും 24 ന്യൂസിൽ വരുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നവരൊക്കെ കാണുക പരിപാടി. രാത്രിയാണ് 10:30 to 11:30. ലേറ്റ് നൈറ്റ് ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കാണുക. ഗുഡ് നൈറ്റ് ന്യൂസ്, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത, അതാണ് പരിപാടിയുടെ പേര് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡെങ്കിപ്പനിയെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ്, വാട്ട് ഈസ് എ ഡേഞ്ചറസ് പീരീഡ് ഡ്യൂറിംഗ് ഡെങ്കു? സാധാരണ രീതിയിൽ പനി വന്നതിന് ശേഷമാണ് ഈ പ്ലേറ്റ്ലെറ്റ് കുറയാൻ തുടങ്ങുക കേട്ടോ. ആദ്യം പനിയാണ് വരിക. പനി കുറയുന്ന സമയത്താണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു തുടങ്ങുക. അപ്പോൾ പനി മാറിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എല്ലാം ശരിയായി എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വരുന്നത് ചിലപ്പോൾ പനി മാറിയതിന് ശേഷമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണെ, ഈ ഡെങ്കിപ്പനിയുടെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് ഒഴിവാക്കാൻ, പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് പലരും ഈ പപ്പായയുടെ ഇല ഒക്കെ കഴിക്കുക, അതുപോലെ കുറെ നമ്മുടെ പോമഗ്രനേറ്റ് എന്തായാലും പറയാ മാതളം കുറെ കഴിക്കുക. നോക്കൂ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാ. പപ്പായയുടെ ഇലയല്ല, മാതളമൊക്കെ കഴിച്ചോളൂ. അതിലൊക്കെ നല്ലപോലെ അയൺ ഉണ്ട്, നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ ഒക്കെ ഉണ്ടാവാൻ സഹായിക്കും. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൂടാൻ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ദയവ് ചെയ്തിട്ട് പപ്പായയുടെ ഇലൊന്നും അരച്ച് കലക്കി കുടിക്കല്ലേ. കാരണം അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഛർദി ഉണ്ടാവാനും, ആ ഛർദി നമ്മൾ നിർത്താതെ ഛർദിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള മരുന്നുകളുടെ ഒരു ആവശ്യമില്ല. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് ഡെങ്കു ഭേദമാവുന്നതിനനുസരിച്ച് കൂടി വരികയും ചെയ്യും. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും പ്ലേറ്റ്ലെറ്റിനെ കൂട്ടാനുള്ള മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഈ പപ്പായയുടെ ഇല എന്നൊക്കെ പറയുന്നത് അതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല കേട്ടോ. അതിൻ്റെ ഒന്നും പിന്നാലെ പോവണ്ട. ഡെങ്കിപ്പനിയിൽ ഒരു ഫേസിൽ കുറയുന്ന പ്ലേറ്റ്ലെറ്റ്, അത് ഡെങ്കിപ്പനി പതുക്കെ അതിൽ നിന്ന് പുറത്തു വരുന്നതിലൂടെ ആ പ്ലേറ്റ്ലെറ്റ് നോർമൽ ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കണ്ട. കാരണം ഡെങ്കിപ്പനിയുടെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അതായത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെ നശിപ്പിക്കുന്നത്. സോ നിങ്ങൾ എന്തെന്നെ കഴിച്ചാലും ആ നശിപ്പിക്കുന്ന സമയത്തോളത്തോളം നമ്മുടെ ശരീരം അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ റിക്കവറി ആവുന്ന സമയത്താണ് ആ ഒരു പ്രോസസ്സ് നിൽക്കുകയും പ്ലേറ്റ്ലെറ്റ് വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നത് കേട്ടോ. അത് ആ ഒരു ഡിസീസിന്റെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിയുന്നവരെ അത് സംഭവിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പ്ലേറ്റ്ലെറ്റ് താണു പോകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റണ പോലെ പ്ലേറ്റ്ലെറ്റ് കയറ്റും. നമ്മൾ രക്തം കയറ്റാറില്ലേ, അത് പറഞ്ഞ പോലെ ഒരു മഞ്ഞ ബാഗാണ് അത് വരിക, മഞ്ഞ കളറിൽ. അത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അങ്ങനെ കയറ്റും. അങ്ങനെ അത്യാവശ്യമുള്ള കേസുകളിൽ. ഡെങ്കിപ്പനി വന്ന് മാറി ക്ഷീണം മാറുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം എടുക്കും കേട്ടോ. ഡെങ്കിപ്പനി വന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇവിടെ സാബു പറഞ്ഞു പപ്പായയില നല്ലതല്ല. യെസ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അങ്ങനത്തെ ഒറ്റമൂലിയൊന്നും നിങ്ങൾ തപ്പിപ്പോണ്ട. ശാസ്ത്രീയമായ ചികിത്സ മാത്രം എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നോക്കൂ, പനി പടർന്നു പിടിക്കുകയാണ്. മുൻപന്തിയിലുള്ള ആളാണ് ഡെങ്കിപ്പനി. ദയവ് ചെയ്ത് കാണുന്ന 200-ലധികം ആളുകൾ കാണുന്നുണ്ട്. അതെ, നമ്മുടെ ശത്രു അതെ അധിക രോഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. കോവിഡ് അങ്ങനെയല്ലേ? കോവിഡ് ഒരു ഓട്ടോഇമ്യൂൺ സംഭവമല്ലേ? നമ്മുടെ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷൻസിൽ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് കോവിഡിൽ ഒരു പരിധിവരെ അതാണ് സംഭവിച്ചിരുന്നത്. ഡെങ്കിപ്പനിയിലും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ ശരീരത്തിന് വേണ്ട സമയം കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. യെസ്, താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാവരിലേക്കും ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കൂ. നമുക്ക് അടുത്ത ദിവസം, ഇപ്പം ഇന്ന് ഡെങ്കിപ്പനിയാണ്, നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ എലിപ്പനിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പനിയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.